തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. പത്തനംതിട്ടയിലെ ഒരു കൗതുകകരമായ രസകരമായ ഒരു വാർത്തയിലേക്ക് പോയാൽ, തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആവേശത്തിലും ഓർമ്മയിലുമാണ് പത്തനംതിട്ടയിലെ മുതിർന്ന വോട്ടറായ ചന്ദനപ്പള്ളി സ്വദേശി ശോശാമ സക്കറിയ. 102 വയസ്സിലെ വിശ്രമ ജീവിതത്തിലും കൃത്യമായ രാഷ്ട്രീയവും ശോശാമയ്ക്കുണ്ട്. ശോശാമ ന്യൂസ് 8 സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ. പത്തനംതിട്ട മണ്ഡലത്തിലെ മുതിർന്ന വോട്ടറാണ് ശോശാമ സക്കറിയ. പ്രായം 102 കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒട്ടും കുറവില്ല. 20-ാം വയസ്സിലാണ് ശോശാമ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. അന്നു മുതൽ ഇന്നുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്നുമുണ്ട്. കൃത്യമായ രാഷ്ട്രീയവുമുണ്ട്. ഈ സീനിയർ വോട്ടർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, അന്ന് ചെയ്യും. ഇപ്പൊ പിന്നെ എങ്ങനോ ആരോ പറയുന്ന എന്ന് ഓർമ്മയില്ല. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്? ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിന് ചെയ്തു. കോൺഗ്രസിന് വോട്ട് ചെയ്യും. രാഷ്ട്രീയ നേതാക്കളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണ് ഇഷ്ടം. ഉമ്മൻചാണ്ടിയുടെ വിയോഗം വേദനിപ്പിച്ചു. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാളെ ചത്തപ്പം വിഷമം കാണും. നല്ല സങ്കടമാണ്. പോയല്ലോ എന്നുള്ളൊരു വിഷമം. പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും കാര്യമായ അസുഖങ്ങൾ ഒന്നുമില്ലെന്ന് മക്കൾ പറയുന്നു. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും അസുഖമാണെങ്കിൽ അമ്മ കൈ എങ്ങാണ്ടൊന്ന് ഒടിഞ്ഞപ്പോൾ ഒരു 10 ദിവസം എങ്ങാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പരിമലയിൽ 5 ദിവസം ആകാണ്ട്. ഇത്രയല്ലാതെ ആശുപത്രിക്ക് പോയിട്ടേ ഇല്ല. കൊച്ചുമക്കളോടൊപ്പം ക്രിക്കറ്റ് കാണുന്നതാണ് ഏറെ ഇഷ്ടം. 8 പതിറ്റാണ്ട് വോട്ട് ചെയ്ത ശോശാമയെ മുൻ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ നേരിട്ടെത്തി അനുമോദിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ആന്റണി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. അതാണ് ശോശാമയുടെ വോട്ട് ഓർമ്മകൾ. അങ്ങനെ ഈ 102 വയസ്സിലുമൊക്കെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരുപാട് വോട്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കാരണം വോട്ട് കൊടുക്കുക എന്ന് പറയുന്ന അവരുടെ അവകാശമാണ്. അത് ഏത് തരത്തിലും വിനിയോഗിക്കുക എന്നുള്ളത് ആഗ്രഹത്തോടെ തന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ